നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്രയും ചിരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? സോഷ്യൽ മീഡിയ ലോകം മുഴുവൻ ഇപ്പോൾ ഈ ഒരൊറ്റ ചോദ്യത്തിന് മുന്നിലാണ്. ഇൻസ്റ്റഗ്രാം റീലുകളിലെ കുസൃതികളും കാസർഗോഡൻ ഭാഷയുടെ തനിമയുമായി മലയാളി മനസ്സുകളിൽ ഇടം നേടിയ ചിന്നു പാപ്പു എന്ന രേഷ്മ ഇനി ഓർമ്മയാകുമ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത്. 25 വയസ്സുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം സ്വന്തമാക്കിക്കൊണ്ടിരുന്ന ചിന്നു പാപ്പുവിന് എന്താണ് സംഭവിച്ചത് എന്നതാണ് ചോദ്യം. കാസർഗോഡ് ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ രേഷ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബാക്കിയാകുന്നത് ലക്ഷക്കണക്കിന് ആരാധകരുടെ കണ്ണീരും ഒപ്പം ഉത്തരമില്ലാത്ത ഒരു പിടി ചോദ്യങ്ങളും. ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണെന്നാണ് വിവരം. തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് കേരളത്തെ നടുക്കിയ ആ വാർത്ത പുറത്തുവരുന്നത്. രാവിലെ ജോലിക്ക് പോയ ആൺസുഹൃത്ത് പലതവണ ഫോൺ വിളിച്ചിട്ടും രേഷ്മ പ്രതികരിച്ചില്ല. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഈ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനൊപ്പം ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ കണ്ടത് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന രേഷ്മയെയാണ്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മരണവാർത്തയറിഞ്ഞ പരിസരവാസികൾ എത്തിയപ്പോൾ അലമുറയിട്ട് കരയുന്ന സുഹൃത്തിനെയാണ് കണ്ടത്. ചിരിക്ക് പിന്നിലെ കലഹങ്ങൾ പതിവായിരുന്നു. 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ്, പ്രൊമോഷൻ വീഡിയോകൾ, തിരക്കേറിയ സോഷ്യൽ മീഡിയ ജീവിതം. പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇതെല്ലാം സന്തോഷമായിരുന്നെങ്കിലും രേഷ്മയുടെ വ്യക്തി ജീവിതം കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയായിരുന്നു. ആദ്യ വിവാഹ ബന്ധം വേർപെടുത്തുന്നതിനും ഉള്ള നടപടികൾ കോടതിയിൽ നടന്നു വരികയായിരുന്നു. 4 വയസ്സുള്ള ഏക മകൻ രേഷ്മയുടെ പിതാവിനൊപ്പമാണ് താമസം. വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിൽ സുഹൃത്തിനൊപ്പമായിരുന്നു താമസം. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ കടുത്ത കലഹങ്ങൾ നടന്നതായും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മാനസിക സമ്മർദ്ദമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അന്വേഷണം സുഹൃത്തിലേക്കടക്കം ഉള്ളവ തിരിയുന്നുണ്ട്. വിദ്യാനഗർ പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രേഷ്മയുടെ സുഹൃത്തിനെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഇരുവരും തമ്മിൽ ഒടുവിൽ സംസാരിച്ചത് എപ്പോഴാണ്? ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും തർക്കങ്ങൾ നടന്നോ? അവസാനമായി രേഷ്മ ആർക്കൊക്കെ മെസ്സേജ് അയച്ചു? ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ രേഷ്മയുടെയും സുഹൃത്തിന്റെയും ഫോൺ രേഖകൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തണോ എന്ന കാര്യത്തിൽ തെളിവുകൾ ലഭിച്ച ശേഷം തീരുമാനം എടുക്കും. കണ്ണീരോടെ സൈബർ ലോകം. പാചക വീഡിയോകളും യാത്രാവിശേഷങ്ങളുമായി എപ്പോഴും പോസിറ്റീവ് പങ്കുവച്ചിരുന്ന ഒരാൾക്ക് എങ്ങനെ ഇത്തരം ഒരു കടുത്ത തീരുമാനമെടുക്കാൻ കഴിഞ്ഞു എന്ന ഞെട്ടലിലാണ് സഹപ്രവർത്തകരും ആരാധകരും. കാസർഗോഡ് ആദൂർ അലന്തടുക്കയിലെ ഗംഗാധരന്റെ മകൾ രേഷ്മ ഇനി സോഷ്യൽ മീഡിയയിലെ മാറാത്ത ഒരു നീറ്റലായി അവശേഷിക്കുകയാണ്. ഒപ്പം പല ചോദ്യങ്ങളും.